ഗൈസ്, അപ്പോൾ നമ്മുടെ മറ്റൊരു പുതിയ ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ ചലഞ്ച് ആണ് ഫില്ലിംഗ് ദ ബോക്സ്. ഫില്ലിംഗ് ദ ബോക്സ് ചലഞ്ച്. അതെ ഗൈസ്, നമ്മുടെ ഈ ടേബിളില് ഒരു വട്ടത്തിനകത്ത് കുറെ നമ്പറുകളും നമ്പേഴ്സ് ഉണ്ട്. അതിനകത്ത് എന്താ 1 2 3 തൊട്ട് 100 വരെ ഉണ്ട്. ABCD ഉണ്ട്, പിന്നെ കുറെ സയൻസ് ഉണ്ട്, പിന്നെ എന്തൊക്കെയോ കുറെ സാധനങ്ങൾ ചേർത്ത് നിറച്ച് വെച്ച ഒരു സർക്കിൾ. ശരിക്കും പറഞ്ഞാൽ ഇതിനൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ഉറുമ്പുകൾ കിടക്കുന്നതാണ് ഇങ്ങനെ, പ്രത്യേകിച്ച് എനിക്ക് ഒട്ടും കണ്ടുപിടിക്കാൻ. പിന്നെ നമ്മള് താഴെയായിട്ട് ചെറിയ കല്ലുകൾ വരച്ചിട്ടുണ്ട്. അപ്പോ ചലഞ്ച് ചലഞ്ച് എന്താന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഞാൻ ഇതിൽ നിന്നൊരു നമ്പർ പറയും. ആ നമ്പർ പൊന്ന കണ്ടുപിടിക്കുന്ന ടൈം വരെ എനിക്കിതിലെ ഓരോ ബോക്സസും ക്രോസ് ചെയ്യാനുള്ള ടൈം ഉണ്ട്. അങ്ങനെ ആരാണോ ഫസ്റ്റില് എന്റെ വരെയുള്ള ബോക്സസ് ക്രോസ് ചെയ്യുന്നത് അവർ ഈ ചലഞ്ചിൽ വിൻ ചെയ്യും. നമുക്കിത് പെട്ടെന്ന് വിൻ ചെയ്യുവാണെങ്കിൽ ഇവിടെയും കൂടെ ഒരു ബോക്സ് വെച്ച് ഇവിടെയും കൂടെ കളിക്കാം. എന്നാ പിന്നെ ഒരു സ്ഥലം മേടിച്ച് നമുക്ക് പാർട്ടീഷൻ ചെയ്തിട്ട് ചെയ്താലോ? അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? പിന്നെ വേണ്ട, ഇപ്പൊ ഇത് മതി. ഇത്രയും മതി. അതല്ല ഗൈസ്, അപ്പൊ ചലഞ്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഗൈസ്, അപ്പൊ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, അപ്പൊ ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം എല്ലാ പ്രാവശ്യവും പൊന്നാക്കല്ലേ കൊടുക്കുന്നേ. അപ്പൊ ഈ റൗണ്ടിന്റെ അകത്തുനിന്ന് ഞാനൊരു നമ്പർ പിക്ക് ചെയ്യും. എന്നിട്ട് ഞാനിത് ക്രോസ് ചെയ്യാൻ തുടങ്ങി. ഓരോ ബോക്സുകളും ക്രോസ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഞാൻ ക്രോസ് ചെയ്യുന്നതിന് ഇടയ്ക്ക് നീ ഇത് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റോപ്പ് പറയുമ്പോൾ തന്നെ ഇവിടെ നിർത്തിക്കോണേ. അതുപോലെ തന്നെ ഇടയ്ക്ക് വെച്ച് വെട്ടാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെ ലൈൻ ആയിട്ട് തന്നെ വരാൻ പറ്റും. ശരി, സമ്മതിച്ചിട്ട് വേണേ. ഓക്കെ, ശരി. കണ്ടില്ലേ? അപ്പൊ ഞാൻ നമ്പർ പറയട്ടെ. നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ, ലെറ്റേഴ്സ് എടുക്കാൻ പറ്റത്തില്ല. നമ്പേഴ്സ് മാത്രം, ന്യൂമറിക്സ് ഉണ്ട്. അല്ല, ഓൺലി നമ്പേഴ്സ് മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സയൻസ് ഉണ്ട്. എക്സ്ക്യൂസ് മീ ഗേൾ. ഓക്കെ, ഓൺലി നമ്പേഴ്സ് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. 78. 78 പടച്ചവനെ, ഇതെന്താ തീർന്നാലും ഞാൻ കണ്ടുപിടിക്കത്തില്ല. അയ്യോ, 78 എവിടെ? 78 എവിടെ? അയ്യോ, പതുക്കെ പോളാ, ഇപ്പൊ തീരുവണേ. ഞാൻ പറഞ്ഞാണ് ഇച്ചിരി വലിയ ബോക്സ് വരയ്ക്കണം. അപ്പൊ അത് പറ്റത്തില്ല. ഇതിപ്പോ തീരും. കിട്ടിയില്ല 78 എനിക്കിതുവരെ. എനിക്ക് 78 കിട്ടിയില്ലടാ. 76 പിന്നെയും കണ്ണി കയറി വരുന്നു. എന്റെ പൊന്ന് 78 നീ ഇതിലുണ്ടോ? അപ്പൊ 78 ഒരു 87 മതിയോ? കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ ഇന്റു മാർക്ക് ചെയ്തേക്കുന്നില്ലേ, അത്രയും തന്നെ ഇപ്പത്തോടെ ഇട്ട് കഴിഞ്ഞാൽ എന്റെ പരിപാടിയാണ് തീരും. ഈ ടോട്ടൽ ബോക്സ് മൊത്തത്തിൽ ഇത് 100 ഉണ്ടോ? 100 അല്ല, 110 ഉണ്ട്. 110 പൈസ, അതൊക്കെ ഇപ്പൊ തീരും. ഇനി ഞാൻ പറയട്ടെ. 19. 19 ചെറിയ എഴുതണം. ചെറിയ വെട്ട് 19 എവിടെ? 19 ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാ കേട്ടോ. 19 പൊന്നോട് പറഞ്ഞേ, ഞാൻ അത് എഴുതിയത്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഞാൻ കിടന്ന് എനിക്കൊന്നും എഴുതാനില്ല എന്റെ പൊന്നു മോനെ. 14 15 ഒക്കെ അതൊക്കെ കണ്ടുപിടിച്ചാ മതിയാ നീ. ഇവിടെ വലിയോടോ. പൊന്നാട 19 ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ഇനി പറയട്ടെ. പറയാമോ? 7. കിട്ടി. സ്റ്റോപ്പ്. അയ്യോ, ഈ 7 കൊണ്ട് ഞാൻ പുള്ളി ജയിക്കുമെന്ന് വിചാരിച്ചതാ. ഓക്കെ, ഇനി ഞാൻ പറയണല്ലേ. ഞാൻ ഇത് ഇങ്ങനെ നോക്കിയിരിക്കും. എന്റെ കണ്ണെല്ലാം അടിച്ചു കഴിച്ചു നോക്കിയിരുന്നു. ഓക്കെ, ഞാൻ പറയട്ടെ. 35. 35 ഇല്ല ഇവിടെ. 35 ഉണ്ടോ? 30. യെസ്, കണ്ടു. സ്റ്റോപ്പ് ഞാൻ പറഞ്ഞു. 35 ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ ഞാൻ ജയിക്കാൻ വിടും. ഒരേപോലെ വന്നിരിക്കുന്നത്. നോക്കാൻ പാടില്ല. ആര് ജയിക്കും ഗൈസ്? വാശി. സത്യം പറഞ്ഞാൽ നല്ല ഫണ്ണാട്ടോ ചെയ്യാന്. കണ്ണിന് ഭയങ്കര കുളിർമ. കണ്ണിന്റെ ഫ്രണ്ടിൽ കൂടെ പൊന്നിച്ചത്. 77 കണ്ടു. വേറെന്താ തപ്പിപ്പോ കണ്ടു? ആ, കിട്ടി. സ്റ്റോപ്പ്. വീണ്ടും. ഓക്കെ, നിങ്ങള് 78 77 7 കളിയാ. അപ്പൊ നെക്സ്റ്റ് ഞാൻ അടുത്ത 7 ഇത് പ്രഡിക്റ്റ് ചെയ്ത് പറയുന്നില്ല. ഇതങ്ങ് വന്നു പോന്നെ 7ന്റെ കളികൾ. ഇനി ഞാനേ. ഓക്കെ, നമ്പർ 1. സ്റ്റോപ്പ്. കണ്ടുപിടിക്കത്തില്ലല്ലോ. സൂപ്പർ ഗെയിമർ ആയിക്കൊണ്ടിരിക്കുന്നു. എനിക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നു. 31. സ്റ്റോപ്പ്.
സ്റ്റോപ്പ് പറയുന്നത് ഞാൻ ഒരു വരട്ടെ വേണ്ട പറ്റത്തില്ല. ഇനി അടുത്ത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. അത് ഭയങ്കരം തന്നെ കേട്ടോ. നമ്പർ 2 എവിടെ കണ്ടുപിടിച്ചിട്ട് നീ? കണ്ണിൽ കിട്ടുന്നില്ലല്ലോ. അയാള് നേരത്തെ ഭയങ്കര ഡയലോഗ് അടിച്ചു, കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള കളറാണെന്നും പറഞ്ഞു. എടോ നമ്പർ 2 ഞാൻ ഇതെല്ലാം കൂടെ വെട്ടി കളയും. അയ്യോ എത്തി നീ. ശരിക്കും പറഞ്ഞു ഞാൻ ഒരിക്കലും ഈ 2 കണ്ടുപിടിക്കുന്നത് വിചാരിച്ചു. കാരണം ഈ യെല്ലോ കളർ ഒട്ടും കണ്ണിന് ക്യാച്ച് അല്ല കേട്ടോ, ഒട്ടും മനസ്സിലാവാത്തില്ല. പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു. That's my brain. Yeah. Okay. അപ്പൊ ഞാൻ പറയട്ടെ 93. സ്റ്റോപ്പ്. അയ്യോ നീ കണ്ടുപിടിക്കുന്നില്ല വിചാരിച്ചു. ഞാൻ കണ്ടുപിടിക്കുന്നില്ലായിരുന്നു. ഞാൻ 100 കണ്ടിട്ട് 93 നോക്കി. ഓക്കെ അറേ ഇത് പറയടാ. ഇവിടെ 53. അതായത് 53. 63 കണ്ട 53 കണ്ട 52 കണ്ട് 52 പടച്ചവനെ എനിക്ക് 3 ബോക്സേ ഉള്ളൂ. പ്രതീക്ഷിച്ചത് കുറെ ലാഗ് അടിക്കും അല്ലെ ഇത് തീരുന്ന പക്ഷെ പെട്ടെന്ന് നമ്മുടെ ഈ ചലഞ്ച് പെട്ടെന്ന് തീരും കേട്ടോ. ആദ്യം കണ്ടുപിടിക്കാൻ കുറച്ച് പാടുന്നു, പക്ഷെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് തീരുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിന്റെ ബോക്സ് എലാബറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ 3 ബോക്സും പിന്നെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജയിക്കും. പക്ഷെ ജയിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. പറയട്ടെ 66. നീ അല്ലേ 53 പറഞ്ഞേ? അപ്പൊ ഞാൻ നമ്പർ മാറ്റിയേ. 28 ഞാൻ എവിടെയോ നേരത്തെ കണ്ടിരുന്നു. അയ്യോ തീരണേ നീ കണ്ടുപിടിക്കില്ല. ഞാൻ അതിന്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാം. തീരാറായിട്ടില്ല കേട്ടോ. പറ്റത്തില്ല. നമ്പർ 8. ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജയിച്ചു. എനിക്ക് ക്രോസ് ചെയ്യാൻ ഇനി ബോക്സ് ഇല്ല. ഞാൻ ജയിച്ചു. അടുത്ത റൗണ്ട് അപ്പൊ ഇത് റൗണ്ട് 2 ആണ്. ആദ്യത്തെ റൗണ്ടില് പൊന്നെ ജയിച്ചു. കാരണം ജയിച്ചപ്പോ എനിക്കൊരിത്, കാരണം ഞാൻ തോറ്റുപോയില്ല. അപ്പൊ ഒന്നുകൂടെ കളിക്കാം. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളിക്കാൻ വേണ്ടി. പക്ഷെ പെട്ടെന്ന് തീർന്ന് പോകും. എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ വീട്ടിൽ കൂടുന്ന സമയത്ത് കളിക്കാൻ പറ്റിയൊരു കളി. ഫാമിലിയായിട്ടൊക്കെ ഇരുന്നിട്ട് 47. നീ പതിയെ പോടാ. എന്തുവാടാ മുമ്പത്തെ പോലെ സ്പീഡിൽ പോവാ. 47 കണ്ടുപിടിച്ചിട്ടുള്ള വായിക്കരുത്. നീ എങ്ങനെ പോകുക? സ്പീഡിൽ പോവോ പതിയെ പോവോ ഓട്ടോ വിളിച്ച് പോവോ എങ്ങനെയാണ്? 47 ഇല്ലേ? നീ 47 ഇല്ല. യോ 47 ഒരു 47 ഇൻഡു ഇട്ടോട്ടെ മോനെ. വെയിറ്റ് 47 ഇല്ല. സത്യം പറയുന്നത് 47 ഇല്ല. അയ്യോ 47 ഒന്ന് മിണ്ടാതിരുന്ന് നോക്കാവോ? വരയ്ക്കാൻ പറ്റില്ല. കൈ കഴിക്കുന്നതാ എന്റെ. സ്റ്റോപ്പ്. അങ്ങനെ അങ്ങ് പോയാലോ? കൈ കളിക്കുന്നില്ലായിരുന്നു. പോട്ടെ, ഞാനങ്ങ് ക്ഷമിച്ചു. നെക്സ്റ്റ് നമ്പർ പറ. ഞാനാണോ? 32. എന്റെ നോക്കുന്നേ 32 ഇവിടെ 23 കിട്ടി. 32 കിട്ടിയില്ല. നീ 32 പറഞ്ഞാൽ നോക്കി നോക്ക്. അപ്പൊ ചിലപ്പോ കിട്ടിയാലോ. പതിയെ ഞാൻ പറ്റുന്നുള്ളൂ. പ്രതികാരമാണ്. പ്രതികാരം. എനിക്ക് 32 കിട്ടിയില്ലടാ. ഒരു കോളത്തിൽ തന്നെ 2 വട്ടം ഞാൻ വിട്ടുന്നത്. കണ്ടുപിടി അങ്ങോട്ട്. എനിക്ക് ജയിക്കണം. സത്യം പറഞ്ഞാലേ ഞാൻ വിചാരിച്ച് ഞാൻ ഇത് മൊത്തം വെട്ടി തീർക്കുന്ന വിചാരിച്ചത്. പക്ഷെ നടന്നില്ല കേട്ടോ. പണ്ട് കണ്ടുപിടിച്ച്. ഓക്കെ, 1 2 3. 3 നമ്പർ 3. ധൈര്യം ഉണ്ട്. നീ പതിയെ വിട്ടെ. പറ്റത്തില്ല. എനിക്ക് ഇച്ചിരി ധൈര്യം കുറവാ. 3 ഉണ്ടേ.
എനിക്ക് കാണാൻ പറ്റുന്ന കളറും ആടേ. എന്തിന്റെങ്കിലും കൂടുള്ള 3 കാണിച്ചാൽ മതിയോ? പറ്റത്തില്ല. ഓ ഗൈസ് 3 ഇല്ല ഗൈസ്. ഞാൻ മൂഞ്ചിയും ഞാൻ തോന്നുന്നു. വേണമെങ്കിൽ ഒരു ഹിന്റ് തരാം. നിന്റെ ഒരു ഹിന്റും വേണ്ട ഒരു എനിക്ക്. ഹിന്റ് തരാം. നിന്റെ കയ്യിൽ ഇരിക്കുന്ന കളറിന്റെ അതേ കളറാണ് 3. അത്രയും വലിയ ഓപ്ഷൻസ് വരെ ഞാൻ ഞാനത് പറഞ്ഞില്ലായിരുന്നു. എനിക്കിത് കംപ്ലീറ്റ് നീ പറഞ്ഞുകൊണ്ടൊന്നുമല്ല, ഞാൻ ഇത് നേരത്തെ കണ്ടുവച്ചിരുന്നു. പിന്നെ ഗൈസ് 11. സ്റ്റോപ്പ്. അയ്യോ ചീറ്റി പോയി. ഓക്കെ, വാശിയേറിയ മത്സരം കേട്ടോ. ഇതിലും കൂടെ ഞാൻ ജയിച്ചു. എനിക്ക് എന്നെ മേടിച്ചരും. പറ. ഷവർമ. ഓക്കെ ഓക്കെ ഡബിൾ ഓക്കെ. പൊന്നെ ജയിക്കുവാണെങ്കിൽ ഞാൻ അൽഫാം മേടിച്ചത്. ഓക്കെ സെറ്റ്. പറഞ്ഞതൊന്നും കൊടുക്കണ്ടല്ലോ. തരണം, തന്നേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ഓക്കെ റെഡി. 44 44 44 84 കണ്ടു, 42 കണ്ടു, 54 എന്റെ വയറ് ഷവർമയ്ക്കായി കാത്തിരിക്കുന്നു. 84 ഇരിക്കുന്നു, 34 ഇരിക്കുന്നു. 44 ജയിച്ചു ഞാൻ ജയിച്ചു മോനെ. വൈകിട്ട് ഷവർമ ഒറ്റയ്ക്ക് ഇറങ്ങി പോകത്തില്ല. ഷവർമയുടെ ഒപ്പം ഒരു കോള. ഷവർമയുടെ ഒപ്പം ഒരു കോലും കൂടെ ബുദ്ധി ഇറക്കാൻ ഒരു കോലും കൂടെ തരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഗെയിം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നിങ്ങൾക്ക് എന്തായാലും അറിയാമായിരുന്നു ഞാനേ ജയിക്കത്തുള്ളൂ. കാരണം ഈ കണ്ണിന് കാഴ്ചക്കുറവുള്ള മനുഷ്യൻ എങ്ങനെ ഇതിന് കണ്ടുപിടിക്കും? ഞാൻ മറ്റേ പോയി ഇറങ്ങി പോ ഓർഡർ. അപ്പോ ഇന്നത്തെ വീഡിയോ അപ്പോ അത് കൈ വെക്കുന്ന അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തുള്ളത്. ഇഷ്ടം മറക്കാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിരിക്കും. അപ്പോ ബൈ. കണ്ടപ്പോ അല്ല, എന്നെ മുതു കണ്ടെന്ന് വിളിച്ചു.